ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലാൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തോട്ടത്തിലുള്ള അടീനിയം ചെടിയുടെ ചെറിയ തൈകൾ മുളച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ തൈകൾ റിപ്പോർട്ട് ചെയ്യാം, അതേപോലെ നല്ല ഹെൽത്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് പ്ലാന്റുകൾക്ക് എന്തൊക്കെ വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളതൊക്കെ നോക്കാം. അടീനത്തിലൊക്കെ നിറയെ പൂട്ടിട്ടുണ്ട്, അതേപോലെ പൂക്കൾ ഒഴിഞ്ഞ് അത് കായ്കളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമാണ്, ഈ ഒരു വേനൽക്കാലത്താണ് നിറയെ പൂക്കൾ നമ്മൾ അടീനിയം ചെടികളിൽ ഉണ്ടാകുക. അതേപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഏറ്റവും എളുപ്പമുള്ള സമയം കൂടിയാണിത്. പെട്ടെന്ന് തന്നെ നല്ല വെയിലത്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് വിത്ത് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ തൈകൾ, ചെറിയ പോട്ടുകളിൽ വിത്തുകൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള തൈകളുണ്ടായിരുന്നു. ആ തൈകളൊക്കെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട്. അത് കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റി നടാനാണ് പോകുന്നത്. ഈ വിത്തുകളൊക്കെ ഏകദേശം പാകമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടി കഴിയുമ്പോഴേക്ക് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത് ശേഖരിച്ചിട്ട് പുതിയ പോട്ടിലേക്ക് വിത്ത് പാകി തൈകൾ മുളപ്പിച്ചെടുക്കാനും പറ്റും. 4-5 വർഷം കഴിഞ്ഞിട്ടുള്ള അടീനിയം ചെടികളിൽ അതായത് പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അതേപോലെ വിത്തുകൾ നമുക്ക് കാണാം. ഈ ചെടികളിലൊന്നും വിത്തുകളായിട്ടില്ല. എന്നാൽ നമ്മുടെ മദർ പ്ലാന്റ് അടീനിയം 2 ചെടികളിൽ നമുക്ക് പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തുകൾ ഉണ്ടാവാറുണ്ട്. ആ വിത്തുകൾ നമ്മൾ പാകി മുളപ്പിച്ചെടുക്കാറുണ്ട്. അങ്ങനെ കുറച്ച് തൈകളൊക്കെയാണ് നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ളത്. അതേപോലെ അതിൽ ഗ്രാഫ്റ്റിങ്ങും ബഡ്ഡിങ്ങും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്തിട്ടുള്ള പോട്ടാണ്, അതേപോലെ പോട്ടി മിക്സ് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ചെടികളൊക്കെ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോട്ട് നമ്മൾ ഹോളുകളുള്ള പോട്ടിലെടുക്കുക. അതേപോലെ പോട്ടി മിക്സിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചകിരിച്ചോറോ അല്ലെങ്കിൽ ഇതേപോലെ മരത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ പോട്ടിൻ്റെ ഏകദേശം ഫുൾ ഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം നമുക്ക് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടി ഇതിലേക്ക് ഓരോ തൈകൾ നമുക്ക് പറിച്ച് നട്ട് കൊടുക്കാവുന്നതാണ്. ഈ ക്യാരറ്റ്സ് ആയി വരുന്നതേ ഉള്ളൂ, ചെറിയ തൈകളാണ്. നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് ഗ്ലാസിൻ്റെ ബോട്ടിലിൽ വിത്തുകൾ പാകി വെച്ചതായിരുന്നു. അതിൽ കുറച്ച് തൈകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകളാണ് ഈ ചെറിയ തൈകളൊക്കെ. ഇതേപോലെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നട്ട് കൊടുത്ത പോട്ടിലുള്ള വളമൊക്കെ പോയിട്ടുണ്ടാകും. മഴയും വെയിലും ഒക്കെ കൊണ്ട് നമ്മൾ കുറേ നനയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിൽ വളങ്ങളൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ പുതിയ പോട്ടിലേക്ക് നമ്മൾ നല്ല വളമൊക്കെ ചെയ്ത് ഇതേപോലെ നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ തഴച്ച് വളരും ചെടികൾ. അടീനിയം ചെടിയുടെ പ്രത്യേകത വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറഞ്ഞ കെയറിങ് മതി. നല്ല വെയിലത്ത് മാത്രം വയ്ക്കാമെന്ന് മാത്രമേ നമുക്ക് ഈ അടീനിയം ചെടിയൊക്കെ ചെയ്യാനുള്ളൂ. 1-2 ദിവസങ്ങൾ കൂടുമ്പോൾ നമുക്ക് നനച്ച് കൊടുത്താലും മതി. വളരെ ഈസി ആയിട്ട് നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ അടീനിയം ചെടികൾ. അടീനിയത്തിൽ തന്നെ 3-4 വെറൈറ്റികൾ നമുക്ക് ഇതേപോലെ പൂട്ടിട്ടുണ്ട്. നമ്മൾ മറ്റ് വെറൈറ്റികൾ വൈറ്റ് യെല്ലോ ഒക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൂക്കൾ ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ പുതുതായിട്ട് ഒരു അടീനിയം ചെടി വാങ്ങുകയാണെങ്കിൽ അത് പൂക്കൾ വിരിഞ്ഞിട്ടുള്ള ചെറിയ അടീനിയം തൈകൾ വാങ്ങുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൂക്കൾ കൺഫേം ചെയ്ത് ചെടി അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിക്കാവുന്നതാണ്. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ അടീനിയം ചെടികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അടീനിയം ചെടിയുടെ വിശേഷങ്ങളും കെയറിങ്ങും ഒക്കെ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.